എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാനില കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ സിലിക്കോൺ മോൾഡാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അതായത് ഡിസ്പോസിബിൾ മോൾഡ് കിട്ടുമല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സിലിക്കോൺ മോൾഡാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ആദ്യം നമുക്കിത് റെഡിയാക്കി വയ്ക്കാം. പിന്നെ നമുക്കൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഞാനിതൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഈ മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിൽ വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില കപ്പ് കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 6 ഡ്രോപ്സ് വാനില എസൻസാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ എക്സസ് ആയിട്ടുള്ളൊരു മണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വാനില എസൻസ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഒരുപാട് ചേർത്ത് കൊടുത്താലും കപ്പ് കേക്ക് കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉണ്ടല്ലേ, ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഒരു റിബൺ പോലെ വരണം. അതായത് ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. ഇത് മതി. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാം കേട്ടോ. ബട്ടർ എന്ന് മാത്രമല്ല, ഈ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ കറക്റ്റായിട്ട് അളന്നെടുക്കണം കേട്ടോ. 250 ml കപ്പാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും 250 ml കപ്പിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ബട്ടറും ഈ പഞ്ചസാര പൊടിച്ചതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാനിത് ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ആദ്യം ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ പുറത്തോട്ടൊക്കെ നന്നായിട്ട് തെറിക്കും. ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആകെ എന്താ പറയുക, വൃത്തിയിടാവും. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇനി നമുക്കൊരു വലിയ പാത്രം എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു അരിപ്പ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 250 ml കപ്പിൽ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണില്ല കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദ അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അരിച്ചിട്ട് കൊടുക്കുന്നത് ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ എല്ലായിടത്തേക്കും നല്ലപോലെ ബേക്കിംഗ് പൗഡർ മിക്സ് ആവാനും അതുപോലെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറും നമ്മളിത് നന്നായിട്ട് തന്നെ അരിച്ച് ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ബട്ടറും പഞ്ചസാരയുടെ മിക്സിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ.
180°C 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ഓവനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലായിടത്തേക്കും നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ട കുറേശ്ശായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. ഓവർ മിക്സ് ചെയ്താലും കേക്ക് നന്നായിട്ട് വരില്ല. ഇതുപോലെ ഫോൾഡ് ആൻഡ് കട്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാലിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിലാണ് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ പാല് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി, ഒരുപാട് ലൂസാവണ്ട. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കണ്ടില്ലേ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ മിക്സ് ആയിട്ട് വന്നാൽ മതി. ഇനി നമുക്കിത് നമ്മുടെ കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശായിട്ട്. ഈ മോൾഡിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാരണം ഇത് ബേക്കായിട്ട് വരുമ്പോൾ ഇത് പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പകുതിയേക്കാളും ഒരു കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത്രയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ ഇപ്പം ഞാൻ ഒരു 1/4 ഭാഗമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഇപ്പം ഞാൻ ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിൽ ഇത് വെച്ച് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ നമ്മുടെ കപ്പ് കേക്ക് അടിപൊളിയായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടിയും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടിയും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ മോൾഡിൽ ഒഴിച്ച് വെച്ചിരുന്നു. ഇനി ഇതും കൂടി ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. എനിക്കിപ്പോൾ ഈ കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 13 മിനിറ്റാണ് വേണ്ടി വന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂവർ എടുത്തിട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബേക്ക് ആയി നിർത്തും. അത് അവസാന ഭാഗമാകുമ്പോൾ മാത്രം ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ബേക്ക് ആയോ എന്നൊക്കെ. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും. അതുപോലെ ബേക്കായ ഒരു നല്ലൊരു മണം വരും. പിന്നെ ബേക്കിംഗ് ട്രേന്ന് എടുത്ത് മാറ്റാട്ടോ. അല്ലെങ്കിൽ അതിലെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് കുറച്ച് ഹാർഡായിട്ട് മാറും. ഇതിനിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, പക്ഷെ നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ എൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.